പ്രൊഫസർ എ.ജി. ജോർജ്, ഇതിപ്പോൾ രാഷ്ട്രീയമായ പകപോക്കലാണ് നടത്തുന്നത് എന്നാണ് CPM-ന്റെ വിശദീകരണം. അതുകൊണ്ട് തന്നെയാണല്ലോ അവരിത് അവഗണിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. CPM ഔദ്യോഗികമായിട്ട് ഇനി നേതാക്കളൊന്നും ഇക്കാര്യത്തിൽ വലിയ പ്രതികരണം നടത്തുകയുമില്ല, ചർച്ചകളിൽ പങ്കെടുക്കുകയുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതിനാൽ പുതിയൊരു വിഷയവുമായി കേന്ദ്ര സർക്കാർ വന്നിരിക്കുന്നു എന്നാണ് CPM-ന്റെ വാദം. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാണോ? പൊതുസമൂഹം ആ രീതിയിലാണോ മനസ്സിലാക്കുന്നത്? ഇതിപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന് പറഞ്ഞ് ചുരുക്കുമ്പോൾ അവിടെ തന്നെ 1.72 കോടി രൂപ എന്തിനു വാങ്ങി എന്ന സംശയത്തിന്മേൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കും ഇല്ല, സർക്കാർ സ്ഥാപനമായ KSIDCക്കും ഇല്ല. മഞ്ജുഷ, ഈ വിഷയത്തിൽ CPM മറുപടി പറയാതിരിക്കുന്നത് അവർക്ക് മറുപടി പറഞ്ഞു നിൽക്കാൻ, പ്രതിരോധിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് ഇതിനോടകം തന്നെ പൊതുസമൂഹത്തിന് നന്നായി ബോധ്യമായിട്ടുണ്ട്. ഇതിൻ്റെ നാൾവഴികളിലേക്കൊന്നും വിസ്തരിച്ച് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ധാരണ ഇതിനെ സംബന്ധിച്ച് സമൂഹത്തിൽ വളരെ ശക്തമായി വളരെ നേരത്തെ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഈ പ്ലാറ്റ്ഫോമിലും മറ്റ് പ്ലാറ്റ്ഫോമിലുമൊക്കെ ഇത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ മാനം ഓരോ ദിവസം കഴിയും തോറും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം കൂടെ കൂട്ടുന്നത്. ഇപ്പോൾ മഞ്ജുഷ് ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള KSIDC എന്ന് പറയുന്ന സ്ഥാപനം, അവർക്ക് അതിനകത്തുള്ള ഓഹരി പങ്കാളിത്തം എന്ന് പറയുമ്പോൾ അത് പരോക്ഷമായി ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തമാണ് എന്ന് തന്നെ നാം വിലയിരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഗവൺമെൻറ്റിനും ഇതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തമുണ്ട്. ഈ നടക്കുന്ന അന്വേഷണത്തിൽ ഗവൺമെൻറ്റിന് വളരെ വ്യക്തമായ മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. KSIDCയുടെ ഒരു പ്രതിനിധി പോലും ഈ CMRL കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഒരു അംഗമാണ്. അപ്പോൾ അവർക്ക് മറുപടി കൊടുക്കാതെ ഒഴിഞ്ഞു മാറാൻ സാങ്കേതികമായും നിയമപരമായും സാധ്യമല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് മഞ്ജുഷ് സൂചിപ്പിച്ചത് ഇവിടെ 1.72 കോടി രൂപ ഇവർക്ക് ഈ പറയുന്ന എക്സാലോജിക് കമ്പനിക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി നിരന്തരമായി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ സോഫ്റ്റ്വെയർ സംബന്ധമായി നൽകിയ സേവനത്തിനുള്ള പ്രതിഫലമാണ് എന്നുള്ളതാണ്. എന്നാൽ ഇൻകം ടാക്സിൻ്റേതായിട്ടുള്ള സെറ്റിൽമെൻറ്റ് ബോർഡ് അന്വേഷിച്ചപ്പോൾ വളരെ വിശദമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയതും നമ്മൾ തന്നെ പലവട്ടം ബോധ്യപ്പെട്ടതുമായ ഒരു വിഷയമാണ്. ഈ തരത്തിലുള്ള യാതൊരു സേവനവും ഈ കമ്പനി എക്സാലോജിക്ക് CMRL എന്ന് പറയുന്ന കമ്പനിക്ക് നൽകിയിട്ടില്ല. ഒന്നാമത് എക്സാലോജിക് എന്ന് പറയുന്നത്, അത് മാത്രമല്ല അവർക്ക് അങ്ങനെയുള്ള സേവനം നൽകുവാൻ പര്യാപ്തമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർ അതിന് ഉദ്ദേശിച്ചുള്ള കമ്പനി ആയിരുന്നില്ല എക്സാലോജിക് എന്ന IT സൊല്യൂഷൻസ് കമ്പനി, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി. അപ്പോൾ എന്തിനു വേണ്ടി പണം വാങ്ങി എന്ന് ചോദിക്കുമ്പോൾ ഇതിനെല്ലാം ഉത്തരം ഈ കേന്ദ്ര അന്വേഷണത്തിൽ, കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ തെളിയുമോ എന്നുള്ളതാണ് ഇനിയുള്ളത്. അല്ല, അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ തന്നെയാണ് നമ്മൾ എല്ലാവരും അത് കാത്തിരിക്കുന്നത്. കാരണം ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തി അവർ വസ്തുതാപരമായി കണ്ടെത്തിയത് റിപ്പോർട്ട് രൂപത്തിലാക്കിയതിന് ഉപരിയായിട്ടാണ് ഇപ്പോൾ COR, അതായത് കമ്പനി ഓഫ് രജിസ്ട്രാർ അന്വേഷണത്തിന് വന്നിരിക്കുന്നത്. അത് ഇതിൻ്റെ ഗൗരവം തീർച്ചയായും വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, ഇതുവരെ പറഞ്ഞതായ ന്യായങ്ങളൊന്നും വസ്തുതാപരമായി നിലനിൽക്കുന്ന തരത്തിലുള്ളതല്ല എന്നും ബോധ്യപ്പെടാൻ ശരി. അഡ്വക്കേറ്റ് BN ഹസ്കർ,